എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്? മരിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. സാധാരണ ഇതിൽ മരിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊന്നാൽ നമ്മളെ മരിക്കാം, വിഷം കഴിച്ച് മരിക്കാം, അങ്ങനെയൊക്കെയുള്ള മരണങ്ങളുണ്ടാവാം. അല്ലാതെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ മരിക്കുകയാണ്. നമ്മളൊരു കണ്ണാടിക്കൂട്ടി ഇങ്ങനെ വെച്ച് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നാലും മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ മരിക്കുകയാണ്. അസുഖങ്ങൾ വഴി മരിക്കുക എന്ന് പറയുമ്പം അസുഖങ്ങളില്ലേലും മരിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ പറയും ഒരു 10-90 വയസ്സ് വരെയൊക്കെ ജീവിക്കാമായിരുന്നു. 90 വയസ്സ് വരെ ജീവിക്കാമെന്ന് പറയുമ്പോൾ മനുഷ്യൻ എക്കാലത്തും 90 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടൊന്നുമില്ല. മനുഷ്യൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവൻ്റെ ജീവിതകാലം മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം വർഷം ഹോമോസാപ്പിയൻസ് വന്നിട്ട് ഇന്ന് വരെയുള്ള ഒരു ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ശരാശരി മരണപ്രായം എന്ന് പറയുന്നത് ഒരു 18 വയസ്സാണ്. ഇന്ന് 76-78 ആണ് എന്ന് പറയുന്നത് ശരിയാണ്. അതൊക്കെ നമ്മളെ ശാസ്ത്രരംഗത്തും വൈദ്യരംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടങ്ങൾ, അതുപോലെ നമ്മുടെ ആഹാരം, പാചകം ചെയ്ത ആഹാരം, പോഷകങ്ങളുള്ള ആഹാരം, ഇങ്ങനെയുള്ള ഒരുപാട് ഭൗതികമായിട്ടുള്ള ബാഹ്യ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആയുസ് ക്രമേണ കൂട്ടിക്കൊണ്ടുവന്നത്. മനുഷ്യൻ ഇത്രയൊന്നും ജീവിച്ചിരുന്ന ഒരു ജീവിയേ ആയിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ, കുഴിച്ചു നോക്കാൻ താല്പര്യമുള്ള ഒരു ജനത ആയതുകൊണ്ട് ഞാൻ പറയാണ്, പുറകോട്ട് കുഴിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് എക്കാലത്തേക്കാൾ കൂടുതൽ ജീവിക്കുന്ന മനുഷ്യനാണ്. നേരെ തിരിച്ചാണ് പറയുന്നത്. പണ്ടുള്ളവരൊക്കെ നമുക്ക് ഭയങ്കര ജീവിതമായിരുന്നു, ഇപ്പോൾ ഉള്ളവരൊക്കെ അസുഖമാണെന്ന്. ശുദ്ധ നുണയാണ്. നമ്മളെ ഗ്രാഫ് എപ്പോഴും താഴോട്ടാണ് പോകുന്നത്. കാരണം ഈ നമ്മളുടെ കൂടെയുള്ള ഏപ്പുകളൊക്കെ നോക്കണം. ആസ്ട്രോലോപിതേക്കസ് നമ്മുടെ ഈ ഹോമിനിഡുകളുടെ തൊട്ട് മുന്നേ ഉള്ള ഒരെണ്ണം ആണെന്ന് പറയുന്നുണ്ട്. ഒരു ആസ്ട്രോലോപിതേക്കസിൻ്റെ ഒരു 24-25 വയസ്സിന് അപ്പുറമുള്ള ഒരു അസ്ഥി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു ശരാശരി പറയുകയാണ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു രോഗം വന്നില്ലെങ്കിലും നമ്മൾ മരിക്കും. എന്താണ് മരണത്തിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് പഴയ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട്. അതിലൊരു ചിന്തയാണ് ഇങ്ങനെ അവിടെ നിന്ന് തെറിച്ച് വരുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. അതുകൊണ്ടൊന്നും വലിയ ഗുണമില്ല. അതുകൊണ്ട് ആളുകൾ പല പല തിയറീസ്. ഒരാൾ പറഞ്ഞെന്താണ്, ഹിപ്പോക്രാറ്റസ് പറഞ്ഞ ഗ്രാജുവൽ ലോസ് ഓഫ് ബോഡി ഹീറ്റ്. ഹിപ്പോക്രാറ്റസ് അതിനെക്കുറിച്ച് പറഞ്ഞ ഈ ശരീരത്തിന് ചൂട് പോകുന്നുണ്ടാ മരിക്കുന്നതെന്ന്. അത് ശരിയാണ്. കാര്യം മരിക്കുമ്പോൾ ചൂട് പോകും. അപ്പോൾ ചൂട് പോകുന്നുണ്ടല്ലേ മരിക്കുന്നത്. ഇത്ര സരളമായ ചിന്താഗതിയാണ് ഇത്. പഴയ ഫിലോസഫിയൊക്കെ ഇങ്ങനെയാണ്. പുള്ളി പറഞ്ഞ തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ശരീരത്തിന് ചൂട് പോകുന്നുണ്ടാ മരിക്കുന്നത്. ശരിയാ, മരിക്കുമ്പോൾ ചൂട് പോകുന്നുണ്ട്. അപ്പോൾ ചൂടുണ്ടായിരുന്നെങ്കിലും സിമ്പിൾ ലോജിക്. ഇതെല്ലാം ഇങ്ങനെ തന്നെ. എറാസ്മസ് ഡാർവിൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ്യൂസ്ഡ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ, ലോസ് ഓഫ് എക്സൈറ്റബിലിറ്റി. അതായത് എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് സിസ്റ്റം എന്നൊരു വിശദീകരണം അല്ല, അവർ കണ്ടാണ്. മറ്റേ പറഞ്ഞ മെറ്റബോളിക് റേറ്റ് കുറയുന്നത് കൊണ്ടാണ്, നേരെ ദഹിപ്പിക്കുന്നില്ല, ദഹന നിരക്ക് കുറയുന്നു, അതുകൊണ്ടാണ് ജനറ്റിക്സ്, അങ്ങനെ പല പല തിയറീസ് ആൾക്കാർ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത്. ഇനി ഈ മരണത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് സയൻസ് കുറേ തിരിച്ചറിവുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്. 2 കാരണങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ മരിക്കുന്നതിന് കോശങ്ങളാണല്ലോ മനുഷ്യനുള്ളത്. അപ്പോൾ മരണം സംഭവിക്കുന്നത് കോശത്തിനുള്ളിലായിരിക്കും. സോ സെല്ലാണ് നിങ്ങളുടെ ബേസിക് യൂണിറ്റ്. അപ്പോൾ ഒരു സെല്ലിന് വരുന്ന മാറ്റം തന്നെയാണ് മരണത്തിൻ്റെയും കാരണം. എല്ലാ സെല്ലുകളെല്ലാം, ഇപ്പോൾ കരളിലെ സെല്ലെല്ലാം തന്നെ കരൾ സെല്ലുകളാണ്. സെക്രീഷൻ ഉണ്ടാക്കുക, അതിനൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ കരളിലെ ഒരു സെല്ലിന് ബാധിക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ്, ഇപ്പോൾ നമ്മൾ ചോറ് വേവിച്ച് കഴിഞ്ഞാൽ ഒരു നണിയെടുത്ത് നോക്കുമ്പോൾ തന്നെ ബാക്കി അറിയാമെന്ന് പറയുന്നതാണ്. ആ സെല്ലിന് ഒരു സെല്ല് പഠിച്ചാൽ മതി. അവിടെ റിഡക്ഷനിസം ആണെങ്കിൽ അവിടെ കറക്റ്റാണ് കാര്യം. അപ്പോൾ ഈ സെല്ല് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പണ്ട് റാൻഡി ഷെക്മാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളി പറഞ്ഞിരുന്ന ഒരു കാര്യം, അല്ല പുള്ളിയുടെ ഒരു വിശ്വാസം, അല്ല പുള്ളിയുടെ ഒരു ധാരണയാണ് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്നത്. നമ്മളുടെ സെല്ലുകൾ അനിയന്ത്രിതമായി അവിരാമമായി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഒറ്റ കാര്യം കൊടുത്താൽ, പോഷകം കൊടുത്താൽ മതി. അതായത് പോഷകങ്ങൾ ഇട്ട് നമ്മളിങ്ങനെ കൾച്ചർ ചെയ്യാന്നുണ്ടെങ്കിൽ, നല്ല അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാൻ പറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസാണ്. അപ്പം പോഷകങ്ങൾ കൊടുക്കാൻ, പുറത്തുനിന്നുള്ള സാഹചര്യങ്ങൾ കൊടുക്കാന്നുണ്ടെങ്കിൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മരണം ഒഴിവാക്കാം എന്നുള്ളൊരു തിയറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ലിയോനാർഡ് ഹേഫ്ലിക് കേട്ടിട്ടുണ്ടാവും ഒരു വിഷയങ്ങൾ. ഇസ് എ പ്രൊഫസർ ഓഫ് അനാട്ടമി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി, നമ്മുടെ സെല്ലിന് അനന്തമായ മൾട്ടിപ്ലിക്കേഷൻ ശേഷി ഇല്ല. ഇങ്ങനെ മുറിഞ്ഞ് എത്ര പ്രാവശ്യം ജീവിതകാലത്തിനിടയിൽ സെല്ലുകൾ മുറിയും അല്ലെങ്കിൽ വിഭജനം നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു സീലിംഗ് ഉണ്ട്. അതിനപ്പുറം മുറിയാൻ പറ്റില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 50 പ്രാവശ്യം മാത്രമേ മുറിയൂ. ഇനി 50 പ്രാവശ്യം മാത്രം മനുഷ്യൻ്റെ കോശവിഭജനം നടക്കും. ആദ്യമൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കും, പിന്നീട് വളരെ കുറഞ്ഞ റേറ്റിൽ നടക്കും. 50 ആകുമ്പോഴത്തേക്ക് പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഹേഫ്ലിക് ലിമിറ്റ് എന്ന് പറഞ്ഞത്. ഹേഫ്ലിക് ലിമിറ്റിനപ്പുറം കോശവിഭജനം സാധ്യമല്ല. ഇനി 50 പ്രാവശ്യം മാത്രമേ വിഭജിക്കൂ എന്നിരിക്കട്ടെ. നിങ്ങളൊരു സെല്ലെടുത്ത്, ഹ്യൂമൻ സെല്ലെടുത്തിട്ട് കുറേ നേരം, ഒരു 10-15 പ്രാവശ്യം വിഭജിച്ചതിന് ശേഷം നിങ്ങളെടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുക.
അല്ലെങ്കിൽ ഒരു 25 പ്രാവശ്യം ഡിവൈഡ് ചെയ്തതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് പുറത്തെടുത്തിട്ട് വീണ്ടും അതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഫേവറബിൾ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും നിർത്തിയെടുത്തുന്നേ അത് തുടരത്തുള്ളൂ. മറക്കത്തില്ല, ഒന്നും മറക്കില്ല രാമ. സെല്ലിന് കൃത്യം അതൊരു വലിയ ഫിക്സഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അങ്ങനെയാണ് ഈ ക്ലോണിങ് വന്ന മറ്റേ എന്തോ ആ ചെമ്മരിയാടിൻ്റെ പേര്, ഡോളിയുടെ കാര്യത്തിലും 5 വയസ്സായപ്പോൾ ആർത്രൈറ്റിസ് വന്നു. കാര്യം എന്താണ്? അമ്മയുടെ സെല്ലിൻ്റെ പ്രായമാണ് കുട്ടിയുടെ സെല്ലിൻ്റെ തുടക്കത്തിലുള്ളത്. ഒരു 12-13 വയസ്സാകുമ്പോൾ വരുന്ന സന്ധിവീക്കവും പ്രശ്നങ്ങളും ഒക്കെ 5 വയസ്സായപ്പോഴേ ഡോളിക്ക് വന്നു. കാരണം ഈ ശരീരകോശങ്ങളിൽ നിന്ന് ക്ലോൺ ചെയ്തെടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ശരീരകോശങ്ങളും ലൈംഗിക കോശങ്ങളും രണ്ടാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ കോശങ്ങളുടെ ഓർമ്മ വളരെ പ്രധാനമാണ് അവിടെ. എത്രയായാലും 50-50-നപ്പുറം പോവില്ല. 1961-ലാണ് ഇത് ആദ്യമൊക്കെ ലോകം വളരെയധികം നിന്ദാപൂർവമായി അവജ്ഞാപൂർവമായിട്ടാണ് ഇത് ഹേഫ്ലിക്കിൻ്റെ തിയറിയെ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് സയൻസിലെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു തിയറിയായിട്ട് തന്നെയാണ് അംഗീകരിക്കുന്നത്. ഹേഫ്ലിക്ക് ലിമിറ്റിനപ്പുറം പോകാനായിട്ട് സാധിക്കില്ല. ഇത് ഓരോ ജീവിക്കും വ്യത്യസ്തമായിട്ടുള്ള ഹേഫ്ലിക്ക് ലിമിറ്റുകളാണുള്ളത്. ഉദാഹരണമായിട്ട് ഗാലപ്പഗോസിലെ ഒരു ആമയുണ്ട്. ആ ആമയ്ക്ക് 125 ഡിവിഷൻസ് ഉണ്ട്. അത് ഏതാണ്ട് 170 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 125 ഡിവിഷൻസ് വെച്ചാണ് 170 വർഷം വരെ പോകുന്നത്. അതുപോലെ 130 വർഷം ജീവിച്ചിരിക്കുന്ന ചില ഇതുണ്ട്, ലോബ്സ്റ്റേഴ്സ് പോലെയുള്ളതുണ്ട്. അതിനും 100-ൽ പരം ഡിവിഷൻസ് ഉണ്ട്. എലിക്കാണെങ്കിൽ 14 മുതൽ 28 വരെ ഡിവിഷൻസാണ്. പക്ഷെ അതിൻ്റെ റേറ്റ് വ്യത്യാസമാണ്. പക്ഷെ നമ്പർ എത്രയും വരുന്നുണ്ട്. എലി ഒരു 3 വർഷം ഇത്രയൊക്കെ ജീവിക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ ജീവിക്കും അവയുടെ ഹേഫ്ലിക് ലിമിറ്റുകൾ വ്യത്യാസമാണ്. അപ്പോൾ മനുഷ്യൻ മരിച്ചേ തീരുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യത്തെ സെല്ലിൽ നിന്ന്, അതായത് അണ്ടവും ബീജവും ചേർന്നുണ്ടാകുന്ന ഫസ്റ്റ് സൈഗോട്ട് എന്നുള്ള സെല്ല്, അത് എത്ര പ്രാവശ്യം വിഭജിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു കണക്കുണ്ട്.